നമസ്കാരം. പാപ്പൻ ടൈലസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഷോർട്സ് ആണ്. കാരണം വേറൊന്നുമല്ല, ഇതൊരു ട്രിമ്മർ ഹെഡ് എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളതാണ്. പല ആൾക്കാർ ഓൺലൈനിൽ ഇതുപോലെ ബ്രഷ് കട്ടർ മേടിച്ചിട്ട് അതിന്റെ ട്രിമ്മർ ഹെഡ് ഇടാൻ അറിയത്തില്ല, നമുക്ക് കൊണ്ട് തരുന്നുണ്ട്. അപ്പൊ അതൊന്ന് മെഷീൻ കൊണ്ടുവരേണ്ട ആ കാര്യമില്ല. ഇതൊന്ന് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇടാൻ പിടിക്കാൻ പറ്റും. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് ട്രിമ്മർ ഹെഡ് ഒന്ന് അഴിക്കാനായിട്ട് ഇവിടെ ഞെക്കി കൊടുത്താൽ മതി. എന്നാലും അഥവാ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഞെക്കി എടുക്കുക. സ്ക്രൂ ഡ്രൈവർ വെച്ചിങ്ങനെ ഞെക്കി എടുക്കുക. 3 പീസായിട്ട് ഇങ്ങനെ വരും. അപ്പൊ ഇത് ഹെഡ്, ഇത് മറ്റേ വള്ളി ചുറ്റാണുള്ളത്, ഇത് അതിന്റെ ബേസ്. അപ്പൊ നമ്മൾ ഇത് ആദ്യം എടുത്തിട്ട് ഇതിപ്പോ ചെറിയൊരു ഡ്രോപ്പ് ആകുമ്പോൾ എടുത്തിരിക്കുന്നത്, കാരണം ഇത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. 2.5 മീറ്റർ അടുത്താണ് എടുക്കേണ്ടത്. അപ്പൊ ഒരു എൻഡ് നീളം കൂട്ടി ഒരു എൻഡ് നീളം കുറച്ച് വേണം എടുക്കേണ്ടത്. അപ്പം ഈ സെൻട്രലുള്ള പോർഷൻ എടുത്തിട്ട് നമ്മൾ ഇതുണ്ടോ, ഇവിടെ ഒരു വെട്ടുണ്ട്. ഈ വെട്ടിലേക്ക് ഇങ്ങനെ ഇതിങ്ങനെ കയറ്റി ഇട്ടിട്ട് ഈ റോപ്പ് 2 സൈഡിലും വരത്തക്ക രീതിയിൽ ശക്തിക്ക് അങ്ങ് ചുറ്റി കൊടുക്കുക. ആദ്യമായിട്ടൊക്കെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് അത് ചിലപ്പോൾ ഊരിപ്പോരും. എന്നാലും അത് കുറച്ച് ഇതായി കഴിയുമ്പോഴത്തേക്ക് നമുക്കത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പൊ എന്നിട്ട് ഇതിനകത്ത് ഈ ഒരു പോർഷന് നമ്മൾ ഇതിലെടുക്കുക, ഈ ഒരു വെട്ടിനകത്ത് എടുക്കുക. അടുത്ത പോർഷൻ ഇതിലേ വിടുക. ഇതിലേ വിട്ട് ഇവിടെ ഒരെണ്ണം ഇവിടെ കയറ്റി ഇടുക. അടുത്ത പോർഷന് ഇവിടെയും കൊടുക്കുക, ഇവിടെ ഇങ്ങനെ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ബേസ് ഉണ്ടല്ലോ, ഈ ബേസിലേക്ക് നമ്മളിങ്ങനെ കൊടുക്കുക. അതായത് ഇവിടെ ഈ സ്ലീവിൻ്റെ തൊട്ടടുത്തേക്ക് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇതിലേക്ക് കയറ്റി ഇടുക. ഒരെണ്ണം ഇതിലേ ഇടുക. പിന്നെ ഇതുണ്ടോ, ഈ ക്യാപ്പ് കണ്ടല്ലോ, ഈ ക്യാപ്പ് നമ്മൾ ഇവിടെ ഇങ്ങോട്ട് കണക്ട് ചെയ്യുക. ഇങ്ങോട്ട് ഒരെണ്ണം ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഇവിടെ ഒരെണ്ണം കണക്ട് ചെയ്യുന്നു, ഇപ്പുറത്തൊരെണ്ണം കണക്ട് ചെയ്യുന്നു. നിങ്ങൾ പ്രസ് ചെയ്യുക, ഇങ്ങനെ പ്രസ് ചെയ്യുന്നു. ഇത് പിന്നെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കുക. അപ്പോഴത്തേക്കും ഇതുണ്ടോ, ഇങ്ങനെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിങ്ങനെ 2 സൈഡിലോട്ട് നീണ്ടു പോകുന്നു. അപ്പോൾ നമ്മൾ ബ്രഷ് കട്ടർ ഉപയോഗിക്കുന്ന സമയത്ത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.